മന്ത്രി തിരുവല്ല ഡിപ്പോ സന്ദർശിച്ചപ്പോൾ എംഎൽഎ മല്ലപ്പള്ളി ഡിപ്പോ സന്ദർശിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തിരുവല്ല കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചപ്പോൾ മാത്യു ടി തോമസ് എംഎൽഎ മല്ലപ്പള്ളി കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു. ശോചനീയാവസ്ഥയുടെ നിറവിൽ കഴിയുന്ന മല്ലപ്പള്ളി കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡിൽ സ്ഥലം എംഎൽഎ മാത്യു ടി തോമസിന്റെ സന്ദർശനം കൊണ്ടും മോചനമാകുന്നില്ല. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തിരുവല്ല കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എംഎൽഎ നടത്തിയ സന്ദർശനം എന്തിനെന്ന് ആർക്കും അറിയില്ല. മണ്ഡലത്തിലുള്ള എംഎൽഎക്ക് ഇവിടുത്തെ നീറുന്ന പ്രശ്നങ്ങൾ അറിയാമെങ്കിലും അതിന് പരിഹാരം കാണാതെ സ്റ്റാൻഡ് സന്ദർശിച്ചത് വിമർശനത്തിന് കാരണമാവുകയാണ്. സ്റ്റാൻഡിനെ ദയാവധത്തിന് ഇരയാക്കരുതെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി ഇപ്പോൾ പറഞ്ഞു. 30 വർഷമാവുന്നു ഡിപ്പോ ഉണ്ടാക്കിയിട്ട്. ഈ 30 വർഷത്തിനിടയിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ എംഎൽഎ അദ്ദേഹം മന്ത്രിയായിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ ഡിപ്പോ ഒന്ന് നന്നാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നാട്ടിലേക്കാണ് രാജ്യത്തെ മുഴുവൻ വാഹനങ്ങൾ അവിടെ എത്തിക്കുകയാണ്. മുഴുവൻ പത്തനാപുരത്തു നിന്നാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കെ.എസ്.ആർ.ടി.സി. തന്നെ പത്തനാപുരത്തേക്ക് പറിച്ചു നട്ടുകയാണ്. പക്ഷെ ഇവിടുത്തെ എംഎൽഎ മന്ത്രിയായിരുന്നപ്പോൾ അത്തരത്തിൽ എന്ത് സഹായമാണ് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ ഒരു ആത്മപരിശോധന നടത്തണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഡിപ്പോയിൽ വന്ന് ഒരു വാർത്തയൊക്കെ സൃഷ്ടിച്ചിട്ട് പോയി. പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിൽ കണ്ടതാണ്. പ്രഖ്യാപനങ്ങളല്ല ഈ ഡിപ്പോയ്ക്ക് വേണ്ടത്, നടപടിയാണ് വേണ്ടത്. ഇവിടെ കൂടുതൽ നല്ല ബസ്സുകൾ കൊടുക്കണം. ആ നല്ല ബസ്സുകൾ കൊടുത്താൽ തന്നെ നല്ല റൂട്ടുകൾ ഉണ്ടാവും. ആ റൂട്ടുകളിൽ നന്നായി ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ ചുമതലപ്പെട്ട ജീവനക്കാർക്ക് കൊടുക്കണം. അല്ലാതെ സ്വകാര്യ ബസ്സുകൾ ഓടണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ സ്വകാര്യ ബസ്സുകളെ സഹായിക്കുന്ന രീതിയിലാവരുത് റൂട്ടുകൾ ഇടുന്നതും അതിനുവേണ്ടിയുള്ള സമയം ഉണ്ടാക്കുന്ന കാര്യത്തിലുമൊക്കെ. അതുകൊണ്ട് ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒരു വലിയ ഇച്ഛാശക്തി ഉണ്ടാകണം. സ്ഥലം ജനപ്രതിനിധിക്ക് ഇക്കാര്യത്തിൽ ഒരു മല്ലപ്പള്ളിയോട് എന്താണെന്നറിയത്തില്ല, അവഗണന എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറെ കൂടി ഒരു താല്പര്യം ഈ ഡിപ്പോയിൽ ഉണ്ടാകണം. സർവീസുകൾക്ക് ബസ് ഇല്ലാത്തതും ബസ് സ്റ്റാൻഡിന് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതുമാണ് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലെ പ്രധാന പ്രശ്നം. 33 ഷെഡ്യൂളുകളാണ് രേഖയിലുള്ളതെങ്കിലും 28 മാത്രമാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 14 ബസ്സുകളുമായിട്ടാണ് കോട്ടയം കോഴഞ്ചേരി ചെയിൻ സർവീസ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ 11 ബസ്സുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കല്ലുപ്പാറ വഴി തിരുവല്ലയ്ക്കും ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ല. 9 ബസ്സുകളാണ് ഈ റൂട്ടിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. 2018-2024 കാലയളവിൽ മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് 14 ബസ്സുകൾ കടത്തിക്കൊണ്ടു പോയതോടെയാണ് ബസ്സുകളുടെ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായി തുടങ്ങിയത്. 3 ഗ്യാപ്പ് മാറി കിടക്കും. അപ്പോൾ 20 മിനിറ്റ് അപ്പോൾ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ 40 മിനിറ്റ് ഗ്യാപ്പ്. അവർ 2 വണ്ടി അഡീഷണൽ കയറ്റിയിട്ടാണ്. അപ്പം പുറകെ വരുന്ന വണ്ടിയിട്ട് പണി കൊടുത്താൽ കൊണ്ടുപോകും. അങ്ങനെ വരുന്നോണ്ട് ഇതിന്റെ ഓരോന്നും നിർത്താനുള്ള സാഹചര്യം. ജീവനക്കാരെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക. വെല്ലുവിളിക്കുന്ന മാത്രമല്ല ജീവനക്കാർ പോകാൻ മടിക്കുകയും നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. അവരിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക, ഊട്ടി പോകാൻ മടിക്കുക. ആദ്യമുണ്ടായപ്പോഴേ ഞാൻ വണ്ടിക്കകത്ത് കയറി ഞാൻ കോട്ടയം ജില്ലയിൽ കയറി യാത്ര ആദ്യമായിട്ട് ഭാഗത്തുള്ള ഒരു ചെറിയൊരു 14 ബസ്സുകൾ ഓടിക്കാൻ മാത്രമേ ഇവിടെ ഒന്ന് ഒഴിഞ്ഞിരിക്കൂ. എങ്കിൽ നമുക്കിതെല്ലാം ബസ് കൊണ്ടുപോയി 3 ഇവിടെ ഓടിക്കുന്നു. ഇല്ല, വണ്ടി ഓടിക്കുന്നില്ല. പഴയ വണ്ടികളല്ല, നമുക്കിവിടെ കയറ്റത്തിനൊന്നും പേഴ്സൻറ്റേജൊന്നും അനുസരിച്ചല്ല. ഏറ്റവും കൂടുതൽ ചാർജാണ് വണ്ടിയാണ്. പൂർണ്ണമായി ഓടിയെത്തുന്നു, വഴിക്കിടക്കാം. വനിതാ ജീവനക്കാർ ഉൾപ്പെടെ താമസ സൗകര്യമോ വിശ്രമമുറിയോ ഇല്ലാത്തതും വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. വനിതാ ജീവനക്കാർക്ക് ശുചിമുറി ഇല്ലാത്തതും കുടിവെള്ളവും പ്രാഥമിക കാര്യങ്ങൾക്ക് വെള്ളമില്ലാത്തതും ഇവിടുത്തെ നീറുന്ന പ്രശ്നമാണ്. സ്റ്റാൻഡിന്റെ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യമില്ലാത്ത അവസ്ഥ നിലനിൽക്കുമ്പോഴും മാത്യു ടി തോമസ് എംഎൽഎ നടത്തിയ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് ജീവനക്കാർ കണ്ടത്. എന്നാൽ ബസ് സ്റ്റാൻഡ് നിർത്തലാക്കുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് മാത്രം പറഞ്ഞ് എംഎൽഎ സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. CPM ഏരിയ സെക്രട്ടറി ബിനു വർഗീസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു പുറത്തുടൻ, ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല്ല, സണ്ണി ജോൺസൺ എന്നിവർ എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. കെ.എസ്.ആർ.ടി.സി. സബ് ഡിപ്പോ ഇൻസ്പെക്ടർ ഇൻചാർജ് MR രാജേഷ്, ജീവനക്കാരുടെ പ്രതിനിധികളായ ബിനു ബോബി ജോൺ, MC സുനിൽ, ദിലീപ് S നായർ, TG രാജേഷ്, EK ഹരി, AM ഹനീഫ, T ജയൻ എന്നിവരുമായി എംഎൽഎ ചർച്ച നടത്തി.